കാസർഗോഡ് കർണാടക ഭാഗങ്ങളിൽ നിന്ന് മാടായിക്കാവിലേക്കുള്ള കെഎസ്ആർടിസി ബസ് സർവീസ് നിലച്ചിട്ട് വർഷങ്ങളായി. ബസ് സർവീസ് പുനഃസ്ഥാപിക്കാത്തത് ഭക്തർക്ക് ദുരിതമാവുകയാണ്. ദിവസവും കർണാടക ഭാഗത്തു നിന്ന് നിരവധി പേരാണ് മാടായിക്കാവിലേക്ക് എത്തുന്നത്. കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രധാനപ്പെട്ടതാണ് മാടായി തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പ്രധാനമായും കാസർഗോഡ് കർണാടക ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങളാണ് കൂടുതലായും ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. നിലവിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് ഭക്തർ എത്തിച്ചേരാറുള്ളത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളൂവെങ്കിലും മിക്ക ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് ഏറെ ദുരിതമാണ്. നേരത്തെ കാസർഗോഡ് നിന്ന് മാടായിക്കാവിലേക്ക് കെഎസ്ആർടിസി ബസ് സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം അത് നിലച്ചു. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാരും ഭക്തജനങ്ങളും ആവശ്യപ്പെടുന്നു. കെഎസ്ആർടിസി ബസ് പഴയ ഒരു 6-7 വർഷം അപ്പുറം ഭാഗത്തുണ്ടായിരുന്നു. ആ സമയത്ത് ക്ഷേത്രത്തിലത്തെ പൂജ ഉണ്ടായിരുന്നു. ഉച്ചക്ക് 11:30 മുതൽ 12:30 വരെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉച്ചക്ക് 2 മണിക്ക് ഇവിടുന്ന് മാടായിക്കാവുന്ന പുറപ്പെടുന്ന രീതിയിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അത് കർണാടകത്തിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായിരുന്നു. ഇപ്പോൾ പിന്നെ പൂജയുടെ സമയം രാവിലെ 8 മണി മുതൽ 9 മണി വരെ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 9:30-10 മണിക്കുള്ളിൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുത്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു 11:30 മണിക്ക് ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് 2 മണിക്ക് പിന്നെ മംഗലാപുരം ഭാഗത്തേക്ക് പറ്റുന്ന ഒരു ബസ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന കർണാടകത്തിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.